ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ പൊറോപ്പാറയുടെ സൈഡാണ്. പൊറോപ്പാറയുടെ സൈഡിൽ കാണാം ഒരു ഏരിയ മൊത്തം ഈ പാറ ഇങ്ങനെ ചാഞ്ഞ് ഇവിടം വരെ നിന്നിരുന്ന പാറയാണ്. ഞാനിവിടെ നിൽക്കുന്നിടത്തോട്ട് ചാഞ്ഞിരുന്ന പാറയാണ്. ആ പാറ മൊത്തം ഇത്രയിടയും പൊട്ടിച്ചിട്ട് ഈ സ്ഥലം മണ്ണിട്ട് നികത്തി എടുത്തിരിക്കുന്നതാണ്. ഇത് ആരാണ് ഇതിൻ്റെ ആളെന്ന് ചോദിച്ചാൽ ഷൈനിയുടെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ ബോബി അച്ഛനും കൂടിയാണ് ഈ പുറമ്പോക്ക് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് പാറ എല്ലാം പൊട്ടിച്ച് വിറ്റ് അതിനുശേഷം ഈ സ്ഥലത്ത് മണ്ണിട്ട് അടിച്ച് ഇങ്ങനെ കൊക്കോ നട്ട് ഈ സ്ഥലം കയ്യേറിയിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെയൊക്കെ കാടാണ്. ഇപ്പോഴും സർക്കാരിൻ്റെ ഭൂമിയാണ്. ഇവിടെ ആ സ്ഥലം അവർ വെട്ടിപ്പിടിച്ചെടുത്തതാണ്. ഈ സംഭവത്തിലാണ് ഇടയ്ക്ക് മറ്റൊരു വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാകുന്നതും ഒക്കെ. പാറ പൊട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ പാറ പൊട്ടിച്ച് അവരുണ്ടാക്കിയ വസ്തുവിലേക്ക് ആടോടി കയറിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നത്. അതേപോലെ ഇവിടെയും അവർ ഇത്രയും സ്ഥലം വെട്ടിപ്പിടിച്ചതാണ് പാറ പൊട്ടിച്ചിട്ട്. ഒരാൾക്കാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത് പാറ പൊട്ടിച്ച് ഒരു കുളമാക്കി എടുത്തിരിക്കുന്നതാണ്. അവിടേക്ക് വെള്ളം അടിച്ചിട്ടാണ്. എൻ്റെ ഇപ്പം ഈ സംഭവത്തിന് ശേഷം അവർ വെള്ളം മാറാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മീനൊക്കെ ചത്തു പൊങ്ങുന്നുണ്ട്. ഷൈനിയാണ് ഇതിനെല്ലാം ഇവിടെ ഈ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് വളർത്തിയതൊക്കെ ഷൈനി ആയിരുന്നു. അപ്പുറത്തെ ഫോമിൽ ക്യാമറയിൽ നിന്ന് കാണിക്കൂ. പാറ പൊട്ടിച്ച് കുഴിച്ചതിന് ശേഷം ഇവിടെ മണ്ണ് അടിച്ച് നിരത്തിയതാണ്. 80 സെൻറ്റ് സ്ഥലം അവർ വാങ്ങിച്ചത് കുന്നുപോലുള്ള സ്ഥലമായിരുന്നു. അവിടുത്തെ മണ്ണ് ഇവിടെ അടിച്ചുകൊണ്ട് വന്ന് ഇട്ടതാണ്. അതായത് നോബിയുടെ അനിയൻ സിബിയുടെയും നോബിയുടെയും കൂടെ പേരിലാണ് ആ സ്ഥലം വാങ്ങിച്ചതും അതിനുശേഷം ഈ വസ്തു ഇതിങ്ങനെ കൈയേറിയതും. ഇങ്ങനെ കയ്യേറ്റക്കാരോടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.